ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് എച്ച് വി എസിയുടെ ഡിസൈനിൻ്റെ കുറച്ച് ബേസിക്സ് നോക്കാം. ആദ്യം തന്നെ കലോറിയാണ് ടോപ്പിക്ക്. കലോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എനർജി നീഡഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് വാട്ടർ ത്രൂ 1 degree Celsius. 1 gram വെള്ളത്തിൻ്റെ ചൂട് 1 degree Celsius എക്സ്ട്രാ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന എനർജിയാണ് കലോറി എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 pound ഓഫ് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 1 degree Fahrenheit കൂട്ടുന്നതിനെയാണ് ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് എന്ന് പറയുക. ടണ്ണേജ് ഓഫ് റെഫ്രിജറേഷൻ, അതായത് 1 ton റെഫ്രിജറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി അബ്സോർബ്ഡ് ഫ്രം 1 ton ലിക്വിഡ് വാട്ടറിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്തിട്ട് ഒരു കോൺസ്റ്റൻറ്റ് 0 ഡിഗ്രിയിൽ എനർജി അബ്സോർബ് ചെയ്തിട്ട് അതിനെ ഐസാക്കി മാറ്റിയെടുക്കാനുള്ള സമയം 24 മണിക്കൂറിനുള്ളിൽ. ഇതാണ് 1 ton ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 12,000 BTU ആണ് പെർ അവർ, 3.5 kilowatt ആണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങിന് തെർമൽ ലോഡ് 48,000 BTU പെർ അവർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടണ്ണേജ് വന്നിട്ട് ഡിവൈഡ് ബൈ 12,000, അതായത് 4 ടണ്ണേജ് ആയിട്ടാണ് നമുക്ക് പറയാം. പിന്നെ ഒരു റൂമിൻ്റെ ഏരിയ 24 മീറ്റർ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ 10 മീറ്റർ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 HP ആണ്. അപ്പോൾ 24 മീറ്റർ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 HP. ആ കാൽക്കുലേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം 1.5 TR അവിടെ ആവശ്യം വരും. ഇതൊക്കെ ഒരു ഊഹങ്ങളാണ്. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ അപ്രോക്സിമേറ്റ് ആണ്. ആക്ച്വൽ ഡിസൈൻ എഞ്ചിനീയറിംഗ് ഡിസൈൻ അല്ല. തെർമൽ ലോഡ് സെലക്ഷൻ പറഞ്ഞു വെച്ചാൽ ഫ്ലോർ, വുഡ്, പീപ്പിൾ ഇവരൊക്കെ സംബന്ധപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും നമ്മൾ തെർമൽ ലോഡിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇന്ന് ഇത്രേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ബാക്കി വരും ദിവസങ്ങളിൽ കാണാം. ബൈ, ടേക്ക് കെയർ.